ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുണനിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധമായ നോമ്പിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. ഈ നോമ്പ് നമുക്കൊരു അനുഗ്രഹമായി തീരാൻ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാണ് അനുതാപം എന്നുള്ളത്. അനുതാപത്തിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. അനുതപിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മസന്തോഷം ലഭിക്കുന്നു, അവൻ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. വീണ്ടും അനുതപിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും, ആ വ്യക്തിയുടെ സകല പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും. വീണ്ടും നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അനുതപിക്കുന്ന ഒരു വ്യക്തിയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. ആ വ്യക്തിക്ക് വേണ്ടി ഇന്നും യേശു ബലിയായിത്തീരുന്നു, കീറി മുറിക്കപ്പെടുന്നു. വീണ്ടും അനുതപിക്കുന്ന ഒരു വ്യക്തിക്ക് പാപമോചനത്തിലൂടെ രോഗസൗഖ്യം നൽകുന്നു. അതുമാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങുവാൻ ആ വ്യക്തിയുടെ മാനസാന്തരം ആണ് കാരണമെങ്കിൽ അനുതപിക്കുന്ന ഒരു വ്യക്തിക്കാണ് യഥാർത്ഥമായ മാനസാന്തരം. അങ്ങനെയാണെങ്കിൽ അനുതപിക്കാൻ ഒരു വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? അനുതാപമുണ്ടാകാൻ നാം എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. അനുതാപം ഉണ്ടാകാനായുള്ള പല വഴികൾ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അനുതപിക്കുന്ന ഒരു വ്യക്തിയെ തേടിയാണ് സ്വർഗത്തിലെ ദൈവം സ്വർഗം വിട്ടെഴുന്നള്ളി വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. യേശു പറയുകയാണ്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാപിയാണെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് ദൈവം കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകാൻ അനുതാപം ആവശ്യമാണ്. അനുതാപം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? അനുതാപം ഉണ്ടാകാൻ ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം കേൾക്കണം. മാനസാന്തരത്തിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് അനുതാപം ഉണ്ടാകും. പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർക്ക് അനുതാപമുണ്ടായി. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ്ലീഹ മറുപടി പറയുന്നുണ്ട്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവിടെ ഉണ്ടായിരുന്ന അനേകം വിജാതിയർ, യേശുവിനെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത അനേക വിജാതിയരായിരിക്കുന്ന ആളുകളോട് ഇവിടെ പത്രോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ അനുതാപം ഉള്ളിൽ വന്ന പശ്ചാത്താപ ഹൃദയത്തിലേക്ക് വന്ന ഇവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അപ്പോൾ ഇവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും യേശുവിനെ സ്വീകരിക്കാനും മുഖാന്തരമായത് അവരുടെ അനുതാപമാണ്. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അതിന് കാരണം പത്രോസ്ലീഹായുടെ പ്രസംഗമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാനസാന്തരത്തിൻ്റെ സുവിശേഷം കേട്ടപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ യേശുവിനെ കർത്താവും ദൈവമായി സ്വീകരിച്ചു. അവർ പരിശുദ്ധാത്മ ദാനം ലഭിച്ചു. അവർ വിശ്വാസ വീരന്മാരായി തീർന്നു. ഇന്ന് നാം തിരിച്ചറിയണം, നമുക്ക് ദൈവവചനം കേൾക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് രസമുള്ള അല്ലെങ്കിൽ തമാശയുള്ള, നമുക്ക് ചിരിക്കാൻ സന്തോഷിക്കാൻ സാധിക്കുന്ന സുവിശേഷം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന, അനുതാപം ഉണ്ടാകുന്ന, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സുവിശേഷം കേൾക്കാൻ ഇന്ന് പലർക്കും താല്പര്യമില്ല.
തിരിച്ചറിയുക, നമ്മുടെ ഹൃദയത്തിൽ അനുതാപമുണ്ടാകുന്ന സുവിശേഷം കേൾക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദാനങ്ങൾ, ദൈവത്തിൻ്റെ കൃപകൾ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക, അനുതാപം ലഭിക്കാൻ ആദ്യം നാം ചെയ്യേണ്ടത് മാനസാന്തരത്തിൻ്റെ സുവിശേഷം കേൾക്കാൻ നാം ആഗ്രഹിക്കണം. ഈ കാലഘട്ടത്തിൽ നാം പരിശോധിക്കണം, നമുക്ക് എങ്ങനെയുള്ള സുവിശേഷം കേൾക്കാനാണ് ആഗ്രഹം. ഈ നോമ്പിൽ പോലും ഇന്ന് തമാശ പറഞ്ഞ് രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന സുവിശേഷം കേൾക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. എന്നാൽ തിരിച്ചറിയുക, ആത്മനിറവിൽ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളുടെ സുവിശേഷം കേൾക്കാൻ നാം ആഗ്രഹിച്ചാൽ ഉറപ്പാണ് അതിലൂടെ നമുക്ക് അനുതാപമുണ്ടാകും. അതിലൂടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ചങ്ങിനുള്ളിൽ കടന്നു വരും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, കൃപകൾ ലഭിക്കും. ഉറപ്പായിട്ടും ആ വ്യക്തി ഒരു വിശ്വാസ വീരനായി മാറും. ആദിമസഭയിൽ അനേകം വിശ്വാസികൾ രൂപപ്പെടാൻ മുഖാന്തരമായത് പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തോടെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം അനുതാപ ഹൃദയമായി തീരാൻ മാനസാന്തരത്തിൻ്റെ സുവിശേഷം കേൾക്കണം. അടുത്തത്, ഒരു വ്യക്തിയിൽ അനുതാപം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം, ദൈവ സാന്നിധ്യം ഒരു വ്യക്തിയുടെ മുന്നിൽ വെളിപ്പെടുമ്പോൾ, ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ വ്യക്തിക്ക് അനുതാപം ഉണ്ടാകും. ആ അനുതാപം ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നാം കാണുന്നത്, അവിടെ യെശയ്യാവ് ദൈവ സാന്നിധ്യം കാണുകയാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഈ സംഭവം യെശയ്യാവ് നേരിട്ട് കാണുകയാണ്. ഇത് കാണുന്ന പ്രവാചകൻ പറയുകയാണ്, അയ്യോ, ഞാൻ അശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, അശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ ഞാൻ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയുടെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ യെശയ്യാവ് ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കാനുള്ള കാരണം, അനുദപിക്കാനുള്ള കാരണം, കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടു, ദൈവ സാന്നിധ്യം കണ്ടു. ദൈവ സാന്നിധ്യം കണ്ണുകൊണ്ട് കാണുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി അനുദപിക്കും. കഴിഞ്ഞകാല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ദൈവ സാന്നിധ്യം അറിഞ്ഞ അനുഭവിച്ചൊരു വ്യക്തി ഉറപ്പാണ് ആ വ്യക്തി അനുദപിക്കും. വീണ്ടും പൗലോസ്ലീഹയെക്കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, 3-ാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട പരിശുദ്ധനായ സ്ലീഹയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. എന്നാൽ തീമോഥെയോസിന് എഴുതിയ ലേഖനം 1 തീമോഥെയോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിന് വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഞാൻ പാപികൾ ഒന്നാമനാണെന്ന് പറയാൻ, അല്ലെങ്കിൽ അത്രമാത്രം അനുതാപ ഹൃദയം ലഭിക്കാനുള്ള കാരണം എന്താണ്? ദൈവജനത്തെ കൊന്നു മുടിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച, ദൈവജനത്തിനെതിരായി നിന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പൗലോസ്ലീഹ. ശൗൽ എന്ന വ്യക്തി പൗലോസായി മാറി എപ്പോൾ? കർത്താവിൻ്റെ സ്പർശനം അനുഭവിച്ചു, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ. വീണ്ടും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു എന്ന് മാത്രമല്ല, 3-ാം സ്വർഗത്തോളം ഉയർത്തപ്പെടുവാൻ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ സാന്നിധ്യം അനുഭവിക്കാൻ പരിശുദ്ധനായ പൗലോസിക്ക് ഭാഗ്യം ലഭിച്ചു. ആ പൗലോസിനെ പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അനുതാപം വർദ്ധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഈ അനുതാപമില്ലെങ്കിൽ നാം ആഗ്രഹിക്കണം, ദൈവമേ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഞാൻ കണ്ട് ചില വ്യക്തികൾ ചുമ്മാ പ്രാർത്ഥിക്കുന്ന സമയത്ത് വാവിട്ട് നിലവിളിച്ച് കരയുന്നു. എന്തുകൊണ്ടാണ് അവർ കരയെന്ന് ചോദിച്ചാൽ, അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങി ആവസിച്ചപ്പോൾ അവർ വാവിട്ട് കരയുകയാണ്. ഹൃദയത്തിൽ അടങ്ങാൻ കഴിയാത്ത അനുതാപത്തിൻ്റെ
ആ അനുഭവത്തിൽ അവർ വാവിട്ട് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ എന്ന്. അപ്പോൾ ദൈവസാന്നിധ്യം ആരുടെയെല്ലാം ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നോ, ആരെല്ലാം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നോ, ആ വ്യക്തികളെല്ലാം അനുതാപമുള്ള വ്യക്തികളായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അനുതാപം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അടുത്തത്, ദൈവത്തിൻ്റെ അത്ഭുതം കാണുമ്പോൾ ചില വ്യക്തികളിൽ അനുതാപം ഉണ്ടാകും. അനുതപിക്കാനായിട്ട് ഒരു മുഖാന്തരമാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ണുകൊണ്ട് കാണുക. അതിനൊരു ഉദാഹരണമാണ് പരിശുദ്ധനായ പത്രോസ്ലീഹ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ശിമയോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വള്ളവും വലയും കഴുകിക്കൊണ്ടിരുന്ന, നിരാശയോടെ വള്ളവും വലയും കഴുകിക്കൊണ്ടിരുന്ന പത്രോസ്ലീഹ ഒരു കാഴ്ച കാണുകയാണ്. ഇതാ യേശു തൻ്റെ അരികിലേക്ക് നടന്നു വരികയാണ്. യേശു പത്രോസിൻ്റെ പടകിൽ കയറി കരയിലുള്ള എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. അതിനുശേഷം ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കേണ്ടതിന് വലയിറക്കുക എന്ന് പറഞ്ഞു. പത്രോസ്ലീഹ പറഞ്ഞു, ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ച് വലയിറക്കിയപ്പോൾ ഇന്നലെ രാത്രി ഒന്നും കിട്ടാതിരുന്ന അതേ കടലിൽ, അതേ വലയിൽ, അതേ വള്ളത്തിൽ 2 വള്ളം നിറച്ചു മത്സ്യം കിട്ടി. വലിയൊരു അത്ഭുതം പത്രോസ്ലീഹ കണ്ണുകൊണ്ട് കാണുകയാണ്. ഈ അത്ഭുതം കണ്ടപ്പോൾ പത്രോസ്ലീഹ, ഇവനൊരു സാധാരണ മനുഷ്യനല്ല, ഇവൻ ദൈവപുത്രനാണ്, ഇവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉടനെ അവൻ വചനം പറയുന്നു, അവൻ അത് കണ്ടിട്ട് കാൽക്കൽ വീണിട്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. ഈ പത്രോസ്ലീഹായുടെ ഹൃദയത്തിൽ ഇത്രമാത്രം അനുതാപമുണ്ടാകാൻ, ഞാൻ പാപിയായ മനുഷ്യനാണെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കാൽക്കൽ വീഴുവാൻ കാരണം യേശു അവിടെ ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ്. ആ അത്ഭുതത്തിലൂടെ അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്, ദൈവമാണെന്ന് ഇവിടെ പത്രോസ്ലീഹ തിരിച്ചറിയുകയാണ്. നമ്മുടെ കൺമുന്നിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അനുതാപമുള്ള ഹൃദയമായിട്ട് മാറും എന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യം നൽകുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല ധ്യാനങ്ങളിൽ 5 ദിവസത്തെ താമസമുള്ള ധ്യാനമാണ്. 3 ദിവസം കഴിഞ്ഞിട്ടും 4 ദിവസം കഴിഞ്ഞിട്ടും അനുതപിക്കാൻ കഴിയാത്ത കഠിന ഹൃദയവുമായിരിക്കുന്ന ചില വ്യക്തികളെ കാണാം. ഇങ്ങനെയുള്ളവർ 3-4 ദിവസം കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ചെയ്ത അതേ അത്ഭുതം ചില വ്യക്തികളിൽ ചെയ്യുന്നത് കാണുമ്പോൾ ഈ കഠിന ഹൃദയത്തോടെ ഇരിക്കുന്ന ചില വ്യക്തികൾ ആ നിമിഷം അനുതപിച്ച് പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അനേക വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പാപത്തെക്കുറിച്ചെല്ലാം ക്ലാസ് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പാപത്തെക്കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അനുതാപമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ കൺമുന്നിൽ ഒരു വ്യക്തിയുടെ രോഗസൗഖ്യം കണ്ടപ്പോൾ, അത്ഭുതകരമായ വിടുതൽ കണ്ടപ്പോൾ, ചില വ്യക്തികൾ പിശാച് അലറി നിലവിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ, ഇനി ഒരിക്കലും സൗഖ്യം ലഭിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ചില വ്യക്തികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നതിൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം അനുതാപം കൊണ്ട് നിറഞ്ഞു. അതുവരെ ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു നീതിമാനാണെന്ന് സ്വയം നീതീകരിച്ചുകൊണ്ടിരുന്ന ഞാൻ ആ നിമിഷം അനുതപിച്ച് നിലവിളിച്ച്, കർത്താവേ, പാപിയായ എന്നോട് കരുണയാകണമേ എന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തിയ അനേകം വ്യക്തികൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ യേശു ചെയ്ത അതേ അത്ഭുതങ്ങൾ തൻ്റെ കണ്ണുകൊണ്ട് ഇന്നും അവൻ ചെയ്യുന്നതായി കാണുമ്പോൾ യേശുവേ, പാപിയായ എന്നോട് കരുണയാകണമേ എന്ന് നിലവിളിക്കുന്ന അനേകം വ്യക്തികൾ ഈ സമൂഹത്തിൽ ഉണ്ട്. അതുകൊണ്ട് നാം തിരിച്ചറിയുക, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമ്മുടെ ഹൃദയം, കഠിന ഹൃദയം ഉരുകും. അത് അനുതാപ ഹൃദയമായി മാറും. വീണ്ടും അനുതാപം ഒരു വ്യക്തിയിലുണ്ടാകാൻ മറ്റൊരു മുഖാന്തരമാണ് ജീവിതത്തിലുണ്ടാകുന്ന അതികഠിനമായ കഷ്ടതകൾ, വേദനകൾ. അനേകം വ്യക്തികൾക്ക് ജീവിതത്തിൽ കഷ്ടതയുണ്ടാകുമ്പോൾ അത് അനുതാപത്തിന് മുഖാന്തരമായി മാറുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 17-ാം വാക്യം.
സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും എൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ വചനം പറയുകയാണ്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കയ്പ്, എൻ്റെ ജീവിതത്തിൽ കഷ്ടത, സഹനമുണ്ടായത് എൻ്റെ സമാധാനത്തിനാണ് എന്ന് തിരിച്ചറിയണം. വീണ്ടും വചനം പറയുകയാണ്, നീ എൻ്റെ സകല പാപങ്ങളെയും എൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. അപ്പം കഷ്ടതയിൽ എനിക്ക് അനുതാപം, പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ എന്നെ നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് ദൈവം എന്നെ രക്ഷിക്കാൻ മുഖാന്തരമാകും. കഷ്ടതയിലുണ്ടാകുന്ന അനുതാപം അത് ആ വ്യക്തിയുടെ ജീവനെ, ആത്മാവിനെ രക്ഷിക്കുന്ന പ്രവൃത്തിയാണ്. ഇതിന് ഒന്ന് രണ്ട് ഉദാഹരണം ചില വ്യക്തികൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന് ദാവീദിനെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ ദാസൻ എന്നാണ് ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നത്. ഈ ദാവീദ് പാപം ചെയ്തു. എന്നാൽ പാപം ചെയ്തിട്ടും താൻ ചെയ്തത് പാപമാണെന്ന് സമ്മതിക്കാനോ അനുദപിക്കാനോ ദാവീദിന് സാധിച്ചില്ല. ദൈവം നാഥാൻ പ്രവാചകനിലൂടെ ആ പാപിയായ മനുഷ്യൻ നീയാണെന്ന് ദാവീദിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും ദാവീദ് അനുദപിക്കാൻ തയ്യാറായില്ല. അവിടെ 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഊരിയാവിൻ്റെ ഭാര്യ ദാവീദിനെ പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു, അതിന് കഠിന രോഗം പിടിച്ചു. അടുത്ത വാക്യത്തിൽ പറയാണ്, ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവൻ നിലത്ത് കിടക്കുകയും ചെയ്തു. അതായത് തനിക്കുണ്ടായ കുഞ്ഞ് തൻ്റെ പാപം മൂലം രോഗിയായി മാറിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇതാ ദാവീദ് ദൈവസന്നിധിയിൽ കമിഴ്ന്ന് വീണ് നിലത്ത് കമിഴ്ന്ന് കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അനുദപിച്ച് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വരുമ്പോഴാണ് അവർ ദൈവസന്നിധിയിൽ അനുദപിക്കാൻ മുഖാന്തരമായി തീരുന്നത്. അനേകം വ്യക്തികളും ഇന്ന് അങ്ങനെയാണ്. ജീവിതത്തിൽ കഷ്ടതകൾ, അടിക്കടി കഷ്ടതകൾ, രോഗങ്ങൾ, ബാധ്യതകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അവർ ദൈവത്തിലേക്ക് തിരിയുന്നത്. ആ സമയമാണ് അവർക്ക് പാപബോധം ഉണ്ടാവുന്നത്, പശ്ചാത്താപം ഉണ്ടാവുന്നത്. ആ സമയം ദൈവസന്നിധിയിൽ എളിമപ്പെടുമ്പോൾ, എളിമയുള്ള മനസ്സോടെ അനുതാപ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ നൽകിയാണ്. മറ്റൊരു വ്യക്തിയാണ് ഇയ്യോബ്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അതിനിങ്ങനെ പറയുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിൽ കിടന്ന് അനുദപിക്കുന്നു. എപ്പോഴാണ് ജോബ് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിച്ചത്? ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ശരീരം മുഴുവൻ ചിരങ്ങുകൊണ്ട്, ചൊറി കൊണ്ട്, വ്രണം കൊണ്ട് നിറഞ്ഞു. ജീവൻ്റെ ജീവനായ ജീവിത പങ്കാളി തള്ളിപ്പറഞ്ഞു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ, ശരീരം മുഴുവൻ വ്രണമായി മാറിയപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ ഇയ്യോബ് ചെയ്ത പ്രവൃത്തി എന്നറിയാമോ? അവൻ ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. അനുതാപത്തിലൂടെ സംഭവിച്ചെന്ന ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് ദൈവം നൽകിയാണ്. അപ്പോൾ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി നാളെ മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ, ആത്മഹത്യയുടെ വക്കീലാണെന്ന് ചിന്തിക്കുമ്പോൾ, നിന്റെ കഷ്ടതയിൽ നീ അനുദപിക്കാൻ ദൈവം ഒരവസരം നൽകിയ. ഇവിടെ ജോബ് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിച്ചപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി നൽകി. അതായത് അനുതാപത്തിലൂടെ ദൈവം നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ ജോബിന് നൽകുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങൾ വന്നോ അത് അനുതാപത്തിലേക്കുള്ള വഴിയാണ് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അനുദപിച്ച് നിലവിളിച്ച് പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ
ദൈവത്തിലേക്ക് തിരിയുന്നുവെങ്കിൽ, മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചാൽ തീർച്ചയായിട്ടും വചനം പറയുന്നു ദൈവം തന്നെ ഉയർത്തും. അപ്പോൾ അനുതാപത്തിനുള്ള മറ്റൊരു വഴിയാണ് കഷ്ടത ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്. അടുത്തത്, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഒരു മനുഷ്യനെ അനുതാപത്തിലേക്ക് നയിക്കും. അനുതപിക്കാൻ ഒരു വ്യക്തിക്ക് കാരണമാകുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. ഇന്ന് അനേകം പേർക്ക് സ്വർഗവും നരകമൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണ്. ഈ ഭൂമിയിൽ കഷ്ടതയും ദാരിദ്ര്യ ദുഃഖമാണ്, നരകത്തിലാണ്. സമ്പത്തും സമൃദ്ധിയും അഭിവൃദ്ധിയും ഉണ്ടെങ്കിൽ അവൻ സ്വർഗീയമായ ജീവിതമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് അനേകം പേര്. എന്നാൽ തിരിച്ചറിയുക, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ മരണം വഴി മാറ്റപ്പെടുമ്പോൾ ദൈവം അവന് ഒരുക്കിയിരിക്കുന്ന ഒന്നാണ് ന്യായവിധി. ന്യായവിധിയിലൂടെ അവൻ ഒന്നില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് യാത്രയാകും. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്ന്, മരണം. മരണം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധിക്ക് ശേഷം ഒന്നില്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ: മരണം, ന്യായവിധി, സ്വർഗം, നരകം. ഇവിടെ സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയുള്ളൊരു മനുഷ്യൻ അവൻ ഹൃദയത്തിൽ അനുദപിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ആര്? സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ നൽകിയ യോഹന്നാൻ സ്നാപകൻ്റെ മുന്നിൽ അനേകം പേര് ഹൃദയത്തിൽ കുത്തുകൊണ്ട് അനുതാപ ഹൃദയത്തോടെ കടന്നു വന്നു. അവർ ജോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഇവർ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ, ദൈവരാജ്യത്തിൽ അംഗമായി തീരാൻ കാരണം അവരുടെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടായി. അനുദപിക്കാൻ കാരണം സ്വർഗരാജ്യത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പ്രഘോഷിച്ചു. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. യേശുവിൻ്റെ മുന്നിൽ അനേകം പേര് അനുതാപത്തോടെ കടന്നു വന്നു. അനേകം പേര് സൗഖ്യം പ്രാപിച്ചു, സമാധാനം പ്രാപിച്ചു, അനേകം പേര് സംതൃപ്തരായി. ഇവരെല്ലാം യേശുവിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം യേശു സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ അനേകം ഹൃദയത്തിൽ അനുതാപമുളവാക്കി. അതുകൊണ്ട് തിരിച്ചറിയുക, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകണമെന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടാകണം. 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഒരു വ്യക്തി സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടാകുമ്പോഴാണ് അവൻ ചെയ്തുപോയ പാപത്തെക്കുറിച്ച് അനുദപിക്കുവാനും ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാനും ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാനും തീരുമാനമെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാരെല്ലാം കർത്താവിനെ പ്രതി രക്തസാക്ഷികളായത്, അവർ വിശുദ്ധന്മാരായി ഭൂമിയിൽ ജീവിച്ചത്, അവർ പാപത്തേക്കാൾ മരണമാണ് നല്ലതെന്ന് ചിന്തിച്ചത്, അതായത് പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് ചിന്തിക്കാൻ കാരണം സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. ഈ പ്രത്യാശ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അനുദപിക്കും, പാപം ഉപേക്ഷിക്കും, ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ തീരുമാനമെടുക്കും, ഒരു രക്തസാക്ഷിയാകാൻ തീരുമാനമെടുക്കും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം, കർത്താവ് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക മനസ്സോടെ, ഹൃദയത്തോടെ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ പാപം ഉപേക്ഷിക്കണം, മാനസാന്തരപ്പെടണം. ഈ ഒരു ബോധ്യമുള്ളൊരു വ്യക്തി എത്ര വലിയ പാപമാണെങ്കിലും, ഏത് പാപത്തിൻ്റെ അടിമനുഭവത്തിനാണെങ്കിലും എന്നേക്കുമായി ആ പാപത്തെ ഓർത്ത് അനുദപിച്ച് ആ പാപം വെറുത്തുപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ തീരുമാനമെടുക്കും. നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയുണ്ടോ? ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകും. അതുകൊണ്ട് അനുദപിക്കാനുള്ള 5 കാരണങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. 1, നമ്മുടെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകണമെങ്കിൽ നാം മാനസാന്തരത്തിൻ്റെ സുവിശേഷം കേൾക്കണം. 2, ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകും. വീണ്ടും ദൈവത്തിൻ്റെ അത്ഭുതം കണ്ണുകൊണ്ട് കാണുമ്പോൾ
ആ വ്യക്തി പാപിയാണെന്ന് സമ്മതിച്ച് മനം തിരിയും. ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ പാപിയാണെന്ന് സമ്മതിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മനം തിരിയുവാൻ കാരണമായി തീരും. അടുത്തത്, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഈ ഇന്ന് കേട്ട വചനത്താൽ ഒരു അനുതാപ ഹൃദയത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഞങ്ങൾ കേൾപ്പിച്ച ഈ സന്ദേശത്തിനായി നന്ദി പറയുന്നു. ഈ പരിശുദ്ധമായ നോമ്പിൽ അനുതാപ ഹൃദയം ഉണ്ടാകുവാൻ, കർത്താവെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം കേൾക്കുവാൻ, കർത്താവെ നിൻ്റെ മഹത്വം, നിൻ്റെ ദൈവ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിക്കുവാൻ, കർത്താവെ നീ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ, കർത്താവെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കഷ്ടത ഞങ്ങൾ അനുതാപത്തിലേക്ക് നയിക്കപ്പെടുവാൻ, സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയിലൂടെ ഞങ്ങൾ പാപികളാണെന്ന് സമ്മതിച്ച് പാപമേറ്റു പറഞ്ഞ് നിത്യമായ സ്വർഗം ലക്ഷ്യമാക്കിയൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് മാത്രം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ നൽകി ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്ന് തിരിച്ചറിഞ്ഞ് നിത്യമായ സന്തോഷത്തിലേക്ക്, ആ നിത്യമായ ജീവനിലേക്കുള്ള യാത്രയാണ് ഈ ലോക ജീവിതമെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കാൻ കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുതാപമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ, അത് മുഖാന്തരം നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപമോചനത്തിലൂടെ അവിടെ ഞങ്ങൾക്ക് നൽകുന്ന നിത്യ സൗഭാഗ്യങ്ങൾക്കായി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.